നിങ്ങൾക്ക് ഇതുപോലെ വാഹനങ്ങൾ ഓടിക്കുന്ന സമയത്ത് ഇതുപോലെ ഫ്രണ്ടിൽ ഒരു വാഹനങ്ങൾ, അപ്പൊ എന്താണ് കൃത്യമായിട്ട് ചെയ്യേണ്ടതെന്ന് അറിയത്തില്ല. അതുപോലെ തന്നെ വാഹനങ്ങൾ ഒരുപാട് തിരക്കുകളിൽ ഒരു വാഹനത്തിന് ജഡ്ജ്മെന്റ് കൃത്യമായിട്ട് കിട്ടുന്നില്ല. ലെഫ്റ്റ് സൈഡ് കറക്റ്റ് ചേർന്നാണ് പോകുന്നത്, കൃത്യമായിട്ട് എത്രയാണ് കിട്ടുന്നത് നിങ്ങൾക്ക് കൃത്യമായിട്ട് അറിയത്തില്ല. അപ്പൊ അങ്ങനെയുള്ളവരാണെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്ത് നിങ്ങൾ കേരളത്തിന്റെ ഏത് ജില്ലയിലായിരുന്നാലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നടക്കുന്നുണ്ട്. ഇന്ന് ഈ സ്ഥലത്തിന്റെ പേരുടെ മണ്ണാർക്കാട്, പാലക്കാട് അല്ലേ? പാലക്കാട് മണ്ണാർക്കാട്, പാലക്കാട് ഡിസ്ട്രിക്ട് മണ്ണാർക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ്. അപ്പൊ ഇതുപോലെ തിരക്കുകള്, അതുപോലെ തന്നെ വണ്ടി ഫ്രണ്ടിലുള്ള സമയത്ത് ജഡ്ജിമെന്റ്, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളാണ്. നിങ്ങൾക്ക് വാഹനം എവിടെ കൊണ്ടുവന്ന് കൃത്യമായിട്ട് നിർത്തണം എന്നറിയത്തില്ല. അപ്പം ഇയാളിന്റെ പ്രശ്നം അത് തന്നെയാണ്, എവിടെയാണ് കൃത്യമായിട്ട് കൊണ്ട് നിർത്തേണ്ടതെന്ന് അറിയത്തില്ലായിരുന്നു. ഇപ്പൊ ഞാൻ ആ മിസ്റ്റേക്ക് പറഞ്ഞു കൊടുത്തോണ്ട് ഓട്ടോമാറ്റിക്കായിട്ട് കൊണ്ട് നിർത്തി. കാരണം നമുക്കൊരു മിസ്റ്റേക്ക് ഉണ്ടാകും, ആ മിസ്റ്റേക്ക് മാറാത്തത് കൊണ്ടാണ് നമുക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങള്, സംശയങ്ങള് പല ഉണ്ടാകുന്നത്. കാരണം ചിലരും പലരും ഒരു 5-6 വർഷം കൊണ്ടൊക്കെ വണ്ടി ഓടിക്കുന്നവരായിരിക്കും, പക്ഷെ അവർക്ക് തന്നെ ഒരു വ്യക്തത കിട്ടത്തില്ല എന്താണ് കൃത്യമായിട്ട്. അവർക്ക് അറിയാം എന്തോ ഒരു മിസ്റ്റേക്ക് ഉണ്ട്, എന്തോ ഒരു ഇതുണ്ട്. അതുകൊണ്ടാണ് ഒരു വണ്ടി ഓടിക്കുമ്പോൾ ഒരു കോൺഫിഡൻസ് കിട്ടാതെ ഒരു പല 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 കാര്യങ്ങൾ കാണുമ്പോൾ ഞെട്ടലും ഒരു ഭയമൊക്കെ ഉണ്ടാകാറുണ്ട്. കാരണം അത് അവർക്ക് അറിയാം, പക്ഷെങ്കിൽ എന്താണ് മിസ്റ്റേക്ക് എന്നുള്ളത് അവർക്ക് അറിയത്തുമില്ലെന്ന ഓടിക്കുമ്പോൾ അതെന്നൊക്കെ അവരതിൽ പറയുന്നുണ്ട്. പക്ഷെ അത് അവർക്ക് മിസ്റ്റേക്കുകൾ കാണിച്ചു തരാത്തതുകൊണ്ട് ഇങ്ങനെയുള്ള പേടികൾ മാറുന്നില്ല. തിരക്കുകൾ നമ്മൾ കാണുമ്പോഴേ, അതായത് നമ്മുടെ വീട്ടിൽ ഇരിക്കുമ്പോഴേ നമ്മൾ അങ്ങ് ആലോചിക്കുക, ഇവിടെ പോകുമ്പോൾ വണ്ടികൾ ഒരുപാടുണ്ടല്ലോ, അപ്പൊ എന്ത് ചെയ്യണമെന്ന് പലർക്കും അറിയത്തില്ല. അപ്പം നിങ്ങൾക്കൊരു മിസ്റ്റേക്ക് ഉള്ളതുകൊണ്ടായിരിക്കും അങ്ങനെ വണ്ടി എടുക്കാൻ പാടുകൾ. അപ്പൊ നമുക്ക് എത്ര തിരക്കിലുണ്ടെങ്കിലും നമ്മുടെ ആ മിസ്റ്റേക്ക് മാറി കഴിഞ്ഞാൽ നമുക്കൊരു തിരക്ക് ഒരു പ്രശ്നമല്ല. കാരണം വണ്ടി ഓടിച്ച് എക്സ്പേർട്ടായ ഉള്ള ആൾക്കാരോട് ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് തന്നെ മനസ്സിലാകും തിരക്കിലൂടെ ഒരു ഡ്രൈവിംഗ് പ്രത്യേകിച്ചില്ല. അതുപോലെ തന്നെ ഇടുങ്ങിയ സ്ഥലത്തുള്ള ഒരു ഡ്രൈവിംഗ് പ്രത്യേകിച്ചില്ല. അതുപോലെ തന്നെ കയറ്റത്തുള്ള ഒരു ഡ്രൈവിംഗ് പ്രത്യേകിച്ചില്ല. ഹമ്മിലൂടെ ആണെങ്കിലും വളവിലൂടെ ആണെങ്കിലും വീടിന്റെ കയറ്റാനും ഇറക്കാനും ഒന്നും പ്രത്യേക ഡ്രൈവിംഗ് ഇല്ല. അപ്പൊ ആ ഡ്രൈവിംഗിൽ നമുക്ക് കൃത്യമായിട്ട് ചെയ്യേണ്ട കാര്യങ്ങൾ കൃത്യമായിട്ട് മിസ്റ്റേക്കുകൾ മനസ്സിലാക്കി ചെയ്യാത്തതുകൊണ്ടാണ് നമുക്ക് ഇതിലെല്ലാം കൃത്യമായിട്ട് തോന്നുന്നത്. ഇപ്പൊ ഇതുപോലെ ബസ്സുകൾ ഇങ്ങനെ വരുന്ന സമയത്ത് പലരും എന്ത് ചെയ്യും, ഈ ബസ്സിനെ കണ്ടുകൊണ്ട് നോക്കിയിരിക്കും. അപ്പൊ നമുക്ക് എന്താണ് ചെയ്യേണ്ടത്, ഞാൻ ആ മിസ്റ്റേക്ക് പറഞ്ഞു. അപ്പൊ ആ ഭാഗം മാത്രം നോക്കുമ്പോൾ എന്ത് ചെയ്തു, അത് മാത്രം ചെയ്തപ്പോൾ നല്ല ഓട്ടോമാറ്റിക്കായിട്ട് ഇങ്ങനെ ആ വണ്ടി പോവുകയും ചെയ്തു, നമുക്കും പോകാൻ പറ്റി. പിന്നെ അതുപോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ ഫ്രണ്ടിൽ കൂടെ ഒരാൾ ഇങ്ങനെ ക്രോസ് ചെയ്യും, ഇതുണ്ടല്ലേ ഇപ്പൊ ക്രോസ് ചെയ്യുന്നു, ഒരാളും ഫ്രണ്ടിലോട്ട് പോകരുത്, ബാക്കിലേക്കേ പോരാവും. നമ്മൾ ബാക്കിലേക്ക് നമുക്ക് ബാക്കിലോട്ട് എടുക്കാം. അതുപോലെ തന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് ക്രോസ് ആണെങ്കിലും ഒരിക്കലും നമ്മൾ എന്ത് ചെയ്യരുത്, ഫ്രണ്ടിലേക്ക് ഒരിക്കലും നിങ്ങൾ പോകരുത്. അത് നമ്മൾ ബാക്കിലേക്ക് എടുക്കാവും. കാരണം അവർ ഫ്രണ്ടിലോട്ട് നടന്നങ്ങ് പൊക്കോളും, അല്ലെങ്കിൽ ഫ്രണ്ടിലേക്ക് വണ്ടി ക്രോസ് ചെയ്യുന്ന വണ്ടി മുന്നോട്ട് പൊക്കോളും. പിന്നെ അതുപോലെ തന്നെ ഇവിടെ ഒരു സൈഡ് ചേർന്ന് പാർക്ക് ചെയ്യാനൊക്കെ പലർക്കും ബുദ്ധിമുട്ടുകളുണ്ട്. ഓരോ വണ്ടികളൊക്കെ കിടക്കുന്ന സമയത്ത് കൃത്യമായിട്ട് എങ്ങനെയാണ് പാർക്ക് ചെയ്യേണ്ടതെന്ന്. അപ്പൊ നമ്മൾ ആദ്യം പാർക്ക് ചെയ്യേണ്ട ഒരു ഗ്യാപ്പ് നോക്കണം, ഉണ്ടോ ഇല്ലെന്നുള്ളത്. ആ ഗ്യാപ്പ് ഇടുണ്ടെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമ്മൾ ഈ ഭാഗം തന്നെ ചേർത്ത് മുന്നോട്ട് പോയിട്ട് ആ വണ്ടി ചേർക്കണം ഫ്രണ്ട്. ആ ഭാഗം എന്ത് ചെയ്യണം, ഇത്രയും വന്നതിന് ശേഷം നമ്മൾ ഈ ഒരു ഭാഗം, ഈ സെന്റർ ഭാഗം എന്ത് ചെയ്യണം, മറിച്ച് നമ്മൾ അങ്ങോട്ട് മാറ്റി വിടണം. ഇത് കണ്ടില്ല, ഇപ്പൊ അങ്ങോട്ട് മറിച്ച് വിടുന്നുണ്ട്. അപ്പൊ ആ വണ്ടിയെ നോക്കി പോയത് ഈ ഭാഗം മറിഞ്ഞ് അപ്പുറത്ത് വെളി വരണം. അതായത് ഈ സെന്റർ ഭാഗം എന്ത് ചെയ്യണം, മറിഞ്ഞ് വെളിയിലേക്ക് പോകണം. പോയതിനു ശേഷം നമ്മൾ കുറെ മുന്നോട്ട് പോകണം. അതായത് നമുക്കിപ്പോ അവിടെ നിന്ന് വരുന്ന സമയത്ത് തന്നെ ഞാനിപ്പം കാണിക്കാൻ വേണ്ടി ഇരിക്കോട്ട് കയറിയാണ്. കാരണം വായിക്കുന്നൊക്കെ വണ്ടി വരുന്നതായതുകൊണ്ട് ഞാൻ ആ റോഡിൽ നിർത്താതെ കാണിക്കാൻ വേണ്ടി ഇങ്ങനെ നിർത്തിയാണ്. അപ്പൊ മറിഞ്ഞ് അങ്ങോട്ട് പോകണം. നമുക്ക് ആ സാധനത്തിനകത്തോട്ട് ചെയ്യുന്നത് അങ്ങോട്ട് പോയി നമ്മൾ ഈ ഭാഗം എന്ത് ചെയ്യണം, ഈ വണ്ടിയുടെ ഫ്രണ്ടിൽ ഈ വണ്ടിയുടെ പെട്ടയ്ക്ക് കൊണ്ട് നിർത്തണം. അതായത് നമ്മളിപ്പോ അവിടെ നിന്ന് വരുന്ന സമയത്ത് നേരെ കൊണ്ടുവന്ന് ഈ വണ്ടിയുടെ പെട്ടയ്ക്ക് കൊണ്ടുവന്ന് അവിടെ നിർത്തണം. ഇവിടെ നമുക്ക് ആദ്യം ഗ്യാപ്പ് ഉണ്ടെന്ന് നോക്കണം. എന്ത് ചെയ്യണം, ഈ വണ്ടിക്ക് നേരെ പെട്ടയ്ക്ക് കൊണ്ട് നിർത്തണം. ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാല് ഇത് കണ്ടില്ലേ, ഇപ്പൊ ഇങ്ങനെ ഒരു വണ്ടി ഇവിടെ കിടക്കുകയാണ്. ഈ ഒരു വണ്ടി ഇവിടെ കിടക്കുമ്പോൾ നമുക്ക് ഇവിടെയാണ് പാർക്ക് ചെയ്യേണ്ടത്. ഇവിടെ പാർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടുന്ന് വന്ന് എന്ത് ചെയ്യണം, നമ്മുടെ വണ്ടി ഈ വണ്ടിയുടെ പെട്ടയ്ക്ക് കൊണ്ട് നിർത്തണം. അതായത് ഇതുപോലെ ഈ രണ്ട് വണ്ടി ഒരുപോലെ ലെവൽ കൊണ്ട് നിർത്തണം. എന്നിട്ട് എന്ത് ചെയ്യണം, നമ്മുടെ വണ്ടി എന്ത് ചെയ്യണം, ഈ ഒരു ഭാഗം നോക്കി, അതായത് മിററിൽ നോക്കിക്കൊണ്ട് നമ്മൾ ഈ ഒരു ഭാഗം ഇനി അറ്റത്തോട്ട്, അതായത് നമുക്ക് ഈ ഒരു വണ്ടിയുടെ, അതായത് ഈ ലൈൻ ഉണ്ടല്ലോ, ഇവിടെ സൈഡ് കിടക്കുന്ന ഈ ലൈൻ, ഈ ലൈൻ, അതായത് ഇവിടെ കിടക്കുന്ന വണ്ടി ഈ ലൈന് നമുക്ക് ഇവിടെ നമുക്ക് ഈ മിററിൽ കാണുന്ന വരെ ഇങ്ങോട്ട് കൊണ്ടുവരിക. അതായത് നമുക്ക് ഈ ഒരു ഭാഗം, അതായത് ഇവിടെ കിടക്കുന്ന വണ്ടിയുടെ ഈ ലെഫ്റ്റ് സൈഡ് കാണുന്ന വരെ ബാക്കിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം പിന്നെ നമുക്ക് കാണുമ്പോൾ ഈ മിററി ഇവിടെ ഇരിക്കുന്നത്, നമുക്ക് ഈ ഒരു മിററി നോക്കുമ്പോൾ നമുക്ക് ഈ വണ്ടിയുടെ ബാഗ് കാണുന്നില്ല. അപ്പൊ കാണാൻ വേണ്ടിട്ട് എങ്ങോട്ട് ഓടിക്കണം, നേരെ ഓപ്പോസിറ്റ് ഓടിക്കണം. അപ്പൊ നമ്മൾ നോക്കുന്ന സൈഡിലെ മിറർ ഏതാ, ലെഫ്റ്റ് സൈഡിലെ മിററിലാണ്. അപ്പൊ നമ്മൾ ഓപ്പോസിറ്റ് എന്ന് പറഞ്ഞാൽ റൈറ്റിലേക്ക് ഓടിക്കുകയാണെങ്കിൽ കേട്ടാ വണ്ടി ഇങ്ങനെ ഒടിഞ്ഞ് കയറി നമുക്ക് ആ ഒരു ഭാഗം കണ്ടു കഴിഞ്ഞാൽ എന്ത് ചെയ്യാ, വീല് നേരെയാക്കി കഴിഞ്ഞ് ഇങ്ങനെ പോയി. അല്ലാതെ നമ്മൾ ഇങ്ങനെ വന്നതിന് ശേഷം കണ്ടിട്ട് വീണ്ടും നമ്മൾ അങ്ങോട്ട് വൈഡ് ആക്കി കഴിഞ്ഞാലോ, കാരണം നമ്മൾ സൈഡ് ചേർന്ന വണ്ടിയാണ്. അപ്പം വീണ്ടും അങ്ങോട്ട് പോയാൽ എന്ത് സംഭവിക്കും,
നമ്മുടെ ഇവിടെ ബാക്ക് ഭാഗം ഗ്യാപ്പും ആകും, ഫ്രണ്ട് ഭാഗം ഇവിടെ തട്ടാനും ചാൻസ് ഉണ്ട്. എന്ത് ചെയ്യണം, ഇവിടെ നോക്കിക്കൊണ്ട് ഈ ഒരു ഭാഗം ചേർത്ത് കൊടുക്കുക. ഈ ഒരു ഭാഗം ചേർത്ത് കൊടുത്തോണ്ട് ഇത് കണ്ടില്ലേ, ഇവിടെ കിടക്കുന്നു. ഈ ഒരു ഭാഗം ചേർത്ത് കൊടുത്തോണ്ട് ഇത് കണ്ട, ഇവിടെ നിന്ന് മൂലയ്ക്ക് വരുന്ന ഫുള്ള് ഒടിച്ചു കൊടുക്കുക. ഫുള്ള് ഒടിച്ചു കൊടുത്തു. കണ്ട് ഇങ്ങോട്ട് കേറി വന്ന മൂല കണ്ട് കണ്ട, മൂല വരെയും നേരെ ഇങ്ങനെ വരിക. ഇങ്ങനെ കേറി വന്ന് മൂല കാണാതെ വരുമ്പോഴേരം വരും എന്ത് ചെയ്യുക, അങ്ങനെ തന്നെ വരിക. കാണാതെ വരുമ്പോൾ നേരെ തിരിച്ചൊടിക്കുക. കാരണം കാണാതെ വരുമ്പോഴേ തിരിച്ചൊടിച്ചില്ലെങ്കിൽ എങ്ങോട്ട് പോകും, അങ്ങോട്ട് തന്നെ കയറി പോകും. നമുക്ക് തിരിക്കാനും പറ്റാതെ ഇങ്ങനെ കൊടിഞ്ഞു കയറി വരുന്നു. മൂല കാണാതെ വരുന്നിടം വരെയും ബാക്കിലോട്ട് വരുന്നു. ഇങ്ങനെ വരുന്ന സമയത്ത് മൂല കാണുന്നതിന് മുമ്പേ നമ്മൾ നേരെ ആക്കിയാലോ, വണ്ടി ഇവിടെ ആയി പോകും വണ്ടി കണ്ട. അപ്പൊ നമ്മളിങ്ങനെ കാണാതെ വരെയും വരിക ബാക്കിലോട്ട് കണ്ട, കാണാതെ വരണം, എന്നിട്ട് കാണിക്കുക, എന്നാലേ സൈഡ് ചേർക്കുള്ളൂ. ഇപ്പൊ നമ്മൾ ഇവിടെ ഉദാഹരണം വരുന്നു കണ്ട, കാണാതെ കണ്ട, ഇപ്പോഴും കാണാം, ഈ ലെഫ്റ്റ് സൈഡിലെ മൂല കാണാം. പക്ഷെ കണ്ടിട്ട് നമ്മൾ ഓടിച്ചാലോ, രണ്ട് ഇവിടെ ആയി പോകും വണ്ടി കേട്ടാ. ഇവിടോട്ട് സൈഡോട്ട് ചേർന്ന് കിടക്കത്തില്ല. അപ്പൊ നമ്മൾ ഇവിടെ വന്നു, കാണാതെ വരുന്നു, കാണിക്കാൻ വേണ്ടി തിരിച്ചോടിക്കുന്നു കണ്ട, നേരെയാവും. എന്നിട്ട് വീല് നേരെയാക്കിയിട്ടാൽ നമുക്ക് കൃത്യമായിട്ടും പാർക്ക് ചെയ്യാൻ സാധിക്കും. അപ്പൊ ഇതുപോലെ നിങ്ങൾക്കും വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. പലരും നമ്മൾ മടിപ്പിക്കാറുണ്ട്, ഈ ഒരു പ്രായത്തിൽ പറ്റില്ല, ലൈസൻസ് 1-2 പ്രാക്ടീസ് പോയല്ലേ, അപ്പൊ പ്രായം കൊണ്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ് മടിപ്പിക്കാറുണ്ട്. ഞാൻ പറയുന്നത് നമുക്ക് ഡ്രൈവിംഗിൽ സത്യം ഒരു പ്രായം ഒരു പ്രശ്നമാണ്. നമ്മുടെ ചുറ്റിലും നോക്കിയാൽ തന്നെ അറിയാം 75 വയസ്സുള്ള അപ്പച്ചന്മാർ പോലും വാഹനം ഓടിക്കുന്നത്. അപ്പൊ നമുക്ക് എന്തുകൊണ്ട് ലൈസൻസ് കൈവച്ച് വാഹനം വീട്ടുണ്ടോ, എന്തുകൊണ്ട് വാഹനം ഓടിക്കാൻ പേടിച്ചിരിക്കുന്നു? അപ്പൊ നിങ്ങൾക്ക് വാഹനം ഓടിക്കണമെന്ന് ആഗ്രഹമുണ്ടോ, എന്റെ ജില്ല ഏതാണ്, നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം. ഇതാ നമുക്ക് സ്റ്റാൻഡ് ഇതാണോ? ഇപ്പൊ ഞാൻ ഇറങ്ങണ്ട ഇവിടെ സ്റ്റാൻഡ് അതാ മണ്ണാർക്കാട്. എനിക്കിപ്പോ ഇവിടുന്ന് പാലക്കാടിലോട്ട് പോകാൻ എങ്ങനെയാണ് എളുപ്പം, അതോ മറ്റേതാണ് എളുപ്പം? വണ്ടി ഇതായിരിക്കും വണ്ടി ചാൻസ് കൂടുതൽ ഇപ്പോ അല്ലേ പോവാൻ? ആണോ? നിങ്ങൾ കാസർഗോഡിനും തിരുവനന്തപുരത്തിനും ഇടയ്ക്ക് എവിടെയാണോ, കേരളത്തിനുള്ളിലാണോ, എവിടെയാണെങ്കിലും നിങ്ങളുടെ സ്വന്തം വാഹനത്തിൽ വന്ന് ഞാൻ പ്രാക്ടീസ് നടക്കുന്നുണ്ട്. നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്യാം.